നമുക്കൊപ്പം റോഷ്ന ആൻഡ്രോയ് ചലച്ചിത്ര താരം അതിഥിയായി എത്തുന്നു. റോഷ്ന ആൻഡ്രോയ് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ യദുവുമായിട്ടുണ്ടായ വാർത്തയുടെ ഒരു തുടർച്ച ഇപ്പോൾ റോഷ്ന ആൻഡ്രോയിലൂടെ സംഭവിക്കുന്നു. റോഷ്ന, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ റോഷ്ന, ഈ സോഷ്യൽ മീഡിയയിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടുകൂടി അത് വൈറലായി കഴിഞ്ഞിരിക്കുന്നു. പലരും ഏറ്റെടുത്തു റോഷ്നെ. റോഷ്ന പറഞ്ഞത് ആര്യയെ സഹായിക്കാനാണ് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. അതെ, അങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് മൊത്തത്തില്. എല്ലാ രീതിയിലും. ഓക്കെ റോഷ്ന, യഥാർത്ഥത്തിൽ എന്താ ഈ സംഭവിച്ചത്? അത് എന്നായിരുന്നു എന്ന് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ ആ ഡേറ്റ്? ആ ഡേറ്റ് ഞാനിപ്പോ എടുത്തിട്ടുണ്ട് സർ. ഞാൻ ആക്ച്വലി ആ ഡേറ്റിനെ പറ്റി എനിക്ക് വലിയ ധാരണയുണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ വർഷം നടന്ന സംഭവം ആയതുകൊണ്ട് എന്റെ കയ്യിൽ ഈ കെഎസ്ആർടിസിയുടെ പിക്ചർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. അതും എന്റെ ഫോൺ ചേഞ്ച് ചെയ്തിട്ടും ഞാൻ അതിന്റെ ലാപ്പിലേക്ക് സിസ്റ്റത്തിലോട്ട് എന്റെ എല്ലാ ഡോക്യുമെന്റ്സും കയറ്റുന്നതിന്റെ കൂടെയാണ് ഈ ഫോട്ടോ പോയിരിക്കുന്നത്. എന്റെ സിസ്റ്റം എന്റെ ഫ്രണ്ടിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കെഎസ്ആർടിസി ഡ്രൈവറിന്റെ ഇഷ്യൂ എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ വാർത്താ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വാർത്തകളോടൊന്നും ഞാൻ അങ്ങനെ കാണാറില്ല. നോർമലി ഞാൻ അങ്ങനെ നോക്കാറില്ല. ശ്രദ്ധിക്കാത്ത അത് ഒരാളാണ്. ഞങ്ങൾക്കെതിരെയുള്ള ഒരു ഈ ഒരു ആക്ഷേപമായി ഇഷ്യൂ പോയി റോഷ്ന. ഉണ്ടായിട്ട് അങ്ങനെയല്ല സർ. ഞാൻ ചുമ്മാ അത്ര പറഞ്ഞ. ആം, ഇ- ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് അധികം നോക്കാത്ത ഒരാളാണ്. ആ. അപ്പോ പെട്ടെന്ന് ഇന്നലെ അല്ല, മിനിഞ്ഞാന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ കണ്ടു. ഒരു ന്യൂസിനോട് ചേർന്ന്. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ ആ, ഇത് ഇദ്ദേഹമാണല്ലോ എന്നുള്ളത് ഞാൻ വെരിഫൈ ചെയ്തത്. ഓക്കെ, ഞാനൊരു ചോദ്യം അതുവരെ ചോദിച്ചോട്ടെ റോഷ. ഇതിനെപ്പറ്റി ഇപ്പൊ എനിക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു ആ സംശയം. അതായത് റോഷ ഒരു വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ആ ഒരു വർഷം മുമ്പ് നടന്നൊരു സംഭവത്തിൽ മോശമായി പെരുമാറിയ ഒരാളുടെ മുഖം ഒരു വർഷം കഴിഞ്ഞ് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അത് കൃത്യമായിട്ടും എങ്ങനെ ഊഹിച്ചെടുത്തു? അത്ര മോശമായിട്ടാണ് അയാള് ബിഹേവ് ചെയ്തത്. അയാൾക്ക് ചിലപ്പോ അത് ഓർമ്മ കാണണം എന്നില്ല സർ. കാരണം എന്താന്ന് വെച്ചാ, അയാൾ അത്രയും മോശപ്പെട്ട വാക്ക് പറഞ്ഞ് ഭയങ്കര സ്റ്റൈലായിട്ട് വണ്ടി കയറി പോയ ആളാ. അയാൾക്ക് മാനസികമായിട്ട് യാതൊരു ഫീൽസും ഉണ്ടാവില്ല. കാരണം അയാള് ജയിച്ചിട്ടാ പോയത്. നമ്മള് തോറ്റിട്ടാ നിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഈ സാധനം പോവില്ല. റോഷ, ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കിയാൽ ഇത് ആ നടന്ന തീയതി ഇപ്പം പിടികിട്ടിയോ റോഷനയ്ക്ക്? തെരഞ്ഞെടുത്തോ? തീയതി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സർ. ഇത് നടന്നിരിക്കുന്നത് ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായിട്ട് ആ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. മലപ്പുറത്തു നിന്ന് എറണാകുളത്തേക്ക് യാത്രയായിരുന്നു ഞാൻ. പെരിന്തൽമണ്ണ ടു ആണ് എന്റെ ട്രാവൽ വരുന്നത്. ആ. പെരിന്തൽമണ്ണയിൽ നിന്നാണ് ഞാൻ പോയത്. എറണാകുളത്തേക്കാണ് ഞാൻ വരുന്നത്. എന്റെ ബ്രദർ ഉണ്ട്. പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് ഈ പറഞ്ഞ സ്ഥലത്തെ പറ്റി വലിയ ധാരണയില്ല. തൃശ്ശൂര് കൃത്യമായിട്ട് ഇന്ന പഞ്ചായത്ത് എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ കുന്നംകുളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഓൺ കോളിലൊക്കെ സംസാരിച്ചത്. എനിക്ക് കുന്നംകുളം ആണോന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഈ ബസിന്റെ ഫോട്ടോ ഞാൻ ഈ പോസ്റ്റിനോടൊപ്പം ചേർത്ത് വെച്ചിരുന്നു. പക്ഷെ ഈ ബസിന്റെ സൈഡിലായിട്ടൊരു ബോർഡുണ്ട്. എന്തോ ആ. ഒരു ഷോപ്പിന്റെ. ആ ഉം. ബോർഡില് മുതുവറ എന്നുള്ള സ്ഥലമാണ് കാണുന്നത്. മുതുവറ. ഓക്കെ. അപ്പൊ അവിടെയാണ് എംവിഡി ഉണ്ടായിരുന്നത്. ഞാൻ എംവിഡി അവിടെ സൈഡിൽ ഉണ്ടായിരുന്നു. 2-3 പോലീസുകാരുണ്ടായിരുന്നു. അവരോട് സംസാരിക്കുന്ന സമയത്ത് എടുത്ത പിക്ചറാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. മുതുവറയാണ് ആ ലൊക്കേഷൻ. അപ്പൊ അതിനോട് ചേർന്നുള്ള പഞ്ചായത്തോ ആ ഒരു സ്ഥലമായിരിക്കും അറ്റകുറ്റപ്പണി അതേ, സംഭവം നടന്നിരിക്കുക. നടന്നിരിക്കുന്നത് മുതുവറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ ഒരു ഏരിയയാണ്. അതെ. ഓക്കെ, ശരി. ഇത് തീയതി ആ എന്താണെന്നാണ് ബസിന്റെ റോഷ, ഫോട്ടോയോട് ചേർന്ന് തന്നെയുണ്ട്. തീയതി എന്താണെന്നാണ് ഇപ്പോൾ ഓർമ്മിച്ചെടുത്തിരിക്കുന്നത്? തീയതി ഓർമ്മിക്കുകയല്ല സർ. ഞാനിപ്പോ അത് നമ്മള് ഫോട്ടോയോട് ചേർന്ന് എന്റെ ബ്രദറിന്റെ കയ്യിലും ആ ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാനപ്പം ആം, അവനോട് പറഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. ആഹ് ഏം, കണ്ടോ, ജൂൺ 19, 2023 2:11 PM ആണ് സർ സമയം. ആ, ജൂൺ 13-നാണ് ഈ ജൂൺ സംഭവം നടക്കുന്നത് അല്ലേ? 19 ജൂൺ ജൂൺ 19-ാം തീയതി 19 ഉച്ച കഴിഞ്ഞ്. 2000. യെസ് 2:11 സമയം. കൃത്യമായ സമയമാണ്. അതെ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതിന് വാഹനത്തിന് തൊട്ട് പിന്നാലെ പോവുകയായിരുന്നോ അതോ വാഹനത്തിന് മുന്നിലായിരുന്നോ? ഞാൻ ഈ വാഹനത്തിന്റെ മുന്നിലായിരുന്നു. ഞാൻ അവിടെ പണി നടന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 2 വണ്ടികൾക്ക് ജസ്റ്റ് പോകാനുള്ള ഒരു സ്പേസ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. റോഷ, ഞാൻ ഞാൻ ഒന്നുകൂടി ഒന്ന് പോകുന്നതിന്റെ ചോദിച്ചോട്ടെ. എന്റെ റോഷ ബാക്ക് സൈഡില് സഞ്ചരിച്ചത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? മലപ്പുറത്തുനിന്ന് പെരിന്തൽമണ്ണയ്ക്കാണോ അതോ? പെരിന്തൽമണ്ണ ടു ആ. എറണാകുളമാണ് എന്റെ എന്റെ അപ്പൊ ട്രാവൽ. പെരിന്തൽമണ്ണയിൽ നിന്ന് എറണാകുളത്തേക്ക് സഞ്ചരിക്കുമ്പോൾ മുതുവറ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് നിങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിൽ പോകുന്നു.
മുതുവറയ്ക്ക് തൊട്ട് മുന്നുള്ള സ്ഥലമാണ് അറ്റകുറ്റപ്പണി. MBDA ഞങ്ങൾ മീറ്റ് ചെയ്ത സ്ഥലമാണ് മുതുവറ. ആ, ഓക്കെ. അപ്പൊ മുതുവറയ്ക്ക് ആ. തൊട്ട് മുമ്പുള്ള സ്ഥലത്താണ് അവിടെയാണ് ബസ് വന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അവര് കുറെ ഹോൺ അടിച്ച് സാധാരണ നോർമലി ഉണ്ടാവുന്നത് പോലെ തന്നെ ഭയങ്കര ഹോൺ കുറെ അടിച്ചു. പിന്നെ നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ ഇങ്ങനെ ശ്രമിക്കുന്നു. പക്ഷെ അതിനുള്ളൊരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ മാറ്റി കൊടുത്തിട്ട് അവർ പോകുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതിനുള്ളൊരു സ്പേസ് ഉണ്ടായില്ല. അപ്പൊ എന്റെ വണ്ടി തട്ടിയില്ല എന്നുള്ളൊരു മട്ടില് പുള്ളി ഭയങ്കര ഭയങ്കര സ്പീഡിലുമാണ്. അത് എങ്ങനെ അങ്ങനെ ഓടിക്കാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. അത്രയും സ്ലോ മൂവിങ് ആയിട്ടുള്ള ഒരു ഏരിയയില് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വളരെ പതുക്കെ പോണം, അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ടെന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അങ്ങനെ അത്രയും ഒരു ആംബുലൻസ് ഒക്കെ കേറി പാഞ്ഞു പോകുന്നത് പോലെയാണ് ആ വണ്ടി പോയിരുന്നത്. സോ എന്റെ വണ്ടിക്ക് തട്ടിയോ എന്നുള്ളത് എനിക്ക് തന്നെ പേടിയായി പോയി. ഞാൻ അതുകൊണ്ട് അവിടെ വണ്ടി നിർത്തുകയാണ് ചെയ്തത് അവർക്ക് പോവാൻ വേണ്ടിയിട്ട്. അവരുടെ ബസ്സിൽ ഇരുന്ന 2-3 യാത്രക്കാര് തലയിട്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, കാരണം എന്റെ വണ്ടി തട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ട്.